ഹലോ മുത്തമനികളെ, എന്തെല്ലാം ഉണ്ട് വിശേഷം? നിങ്ങൾ ആരെങ്കിലും നമ്മുടെ അൽ ഉഡായിപ്പുമ്മയുടെ ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നോ? അപ്പോൾ നമുക്കതിന് മറുപടി അല്ല, ഈ ബുദ്ധിയുള്ളവരടുത്ത് മറുപടി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പക്ഷേ പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് പറയണമല്ലോ. അപ്പം അതാണ് ഇന്ന് പറയുന്നത്. അതായത് അൽ ഉഡായിപ്പുമ്മ കുറേ മാസങ്ങളായിട്ട് ഉഡായിപ്പ് അഭിനയവുമായിട്ട് രംഗത്ത് വരുന്നുണ്ടായിരുന്നു. ഒരു ഉഡായിപ്പ് അഭിനയവും വർക്കൗട്ട് ആവുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോയും ഒരു ഷോർട്സും ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഇവളുടെ ധാരണ എന്തോന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളെ ലോങ് വീഡിയോ ഭയങ്കര എന്തോ സംഭവമാണെന്ന്. ആ ലോങ് വീഡിയോയിൽ വീണ്ടും ഒറിജിനൽ സ്വഭാവം പുറത്തു വന്നിട്ടുണ്ട്. എടാ, നമ്മളെ ഉദ്ദേശം അത് തന്നെടായി. നമ്മളെ ഉദ്ദേശം ഇവളുടെ ഒറിജിനൽ സ്വഭാവം പുറത്ത് വരുത്തുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ കമൻറ്റ് ബോക്സ് എന്ത് ചെയ്തപ്പി കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് എന്തായാലും ഒരു തരം അന്യൻ്റെ സ്വഭാവമാണ്. അന്യൻ സ്വഭാവം എന്ന് പറയില്ല. അതായത് അന്താഞ്ചു കൊലി ഞാൻ പണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അത് യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് ആരുമില്ലേ എന്നാണ്. ഫേസ്ബുക്കിൽ പോയിട്ട് പോരുന്നോ എൻ്റെ കൂടെ, എൻ്റെ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്, എൻ്റെ കട്ടിൽ കാണുന്നുണ്ടോ എൻ്റെ ഭർത്താവ്, ഞാൻ ഡിവോഴ്സ് ആക്കിയിട്ടുണ്ട്, എനിക്ക് 3 മക്കളുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ 30 വയസ്സുള്ള പുതുക്ക പെണ്ണാണ് എന്നാണ് പുള്ളിക്കാരിയുടെ വെപ്പ്. അതേ കണക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെന്നിട്ട് കണ്ണും കണ്ണും തമ്മിൽ എന്ന് പറഞ്ഞിട്ടാണ് അടുത്തത്. അപ്പം അങ്ങനെ അന്യൻ സ്വഭാവമുള്ള നമ്മുടെ അൽ ഉഡായിപ്പുമ്മയുടെ ഒറിജിനൽ സ്വഭാവം വീണ്ടും ഞാൻ വലിച്ചു പൂച്ച് പുറത്തിട്ടിട്ടുണ്ട് മുത്തുമണികളെ. എനിക്ക് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. അപ്പം അതിൽ പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങളല്ല, ഭീഷണി. എടി പൊന്നാര മോളെ, നീ എന്നെ ഭീഷണിപ്പെടുത്തി നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ? നിനക്കൊരു ധാരണയുണ്ട് നിന്നെ 4 ആൾ തിരിച്ചറിയുന്നു എന്ന്. എങ്ങനെയടി തിരിച്ചറിയണത്? എടി, ഒരു മനുഷ്യനുണ്ടാകുന്ന കുപ്രസിദ്ധീനെ കുറിച്ച് പോലും നിനക്ക് മനസ്സിലാവുന്നില്ല. നിനക്കുണ്ടായത് എന്ന് പറയുന്നത് കുപ്രസിദ്ധിയാണ്. അതായത് നിൻ്റെ ഭർത്താവ് ചമഞ്ഞ് വന്ന ഒരുത്തൻ ഇന്നലെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പുറത്തിറങ്ങിയാൽ ആൾക്കാർ ചോദിക്കും, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നീയല്ലേ മറ്റവളുടെ 4ാമത്തെ ഭർത്താവ്. അതായത് ആ പുള്ളിക്കാരന് അത് കേൾക്കുമ്പോൾ ഭയങ്കര നാണക്കേടുണ്ട് എന്ന് മനസ്സിലാവുന്നില്ല. ആ പുള്ളിക്കാരന് ആ കാര്യം കേൾക്കുമ്പോൾ നാണക്കേടുണ്ട് മോളെ. എന്നിട്ടും വന്നിരുന്നു എന്തോ എന്നെ 4 ആൾ തിരിച്ചറിയുന്നെന്ന്. എടി, നിനക്ക് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ മന്ദബുദ്ധി എന്നെങ്കിലും ഞാൻ വിളിക്കുമായിരുന്നടി. അത് കഴിഞ്ഞ് ഒരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ മക്കളാണ് എന്നെക്കുറിച്ച് പറയേണ്ടതെന്ന്. നിനക്ക് ബോധമില്ല. ഈ മക്കൾ നാളെ പുറത്തിറങ്ങുമ്പോൾ അവരറിയപ്പെടാൻ പോകുന്നത് ആ 4 ആൾക്കാർ കല്യാണം കഴിച്ച തള്ളേരെ മക്കളാണിത് എന്നാണ് പറയാൻ പോകുന്നത്. എടീ, അത് കുപ്രസിദ്ധിയാണെന്ന് കൂടി നിനക്ക് മനസ്സിലാവുന്നില്ല. ഈ പിള്ളേർക്ക് ഒരു ആലോചന വന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കുട്ടികൾക്ക് ഒരാലോചന വന്നു. ആലോചന വരുമ്പോൾ ബ്രോക്കർ ആ ചെക്കൻ്റെ വീട്ടിൽ എന്തായിരിക്കും പറയണത്? പെണ്ണിന് 4 സഹോദരങ്ങളുണ്ട്, 3 സഹോദരങ്ങളുണ്ട്. 3 പേരും 3 വാപ്പന്മാരുടെയാണ്, അർത്ഥ സഹോദരങ്ങളാണ് എന്ന് പറയുമ്പോൾ തന്നെ കുടുംബത്തിൽ പറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണാലോചന വരുവോടി. അത് കണക്ക് ആ ആൺകുട്ടികൾ. പെൺകുട്ടി പുറത്തിറങ്ങേണ്ട വരാൻ സാധ്യത കുറവാണ്. കാരണം നീ നിൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് പ്രസവിക്കാനും മറ്റ് പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക, പ്രസവിക്കുക, അടുത്ത വീട്ടിൽ പോവുക, അവൻ്റെ കുടുംബം കോഞ്ഞാട്ടുകയാവുക, ഇതാണ് നീ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പെൺകുട്ടിയുടെ കാര്യം അവിടെ വിടും. ഈ ആൺകുട്ടികൾ നിൻ്റെ നാട്ടിൽ നിൻ്റെ ആങ്ങളമാരനുഭവിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? നിനക്കറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അവന്മാർ പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ അവന്മാരെ ഇങ്ങനെ അർത്ഥം വെച്ചാണ് ആൾക്കാർ നോക്കുന്നത്.
കൂടെ ഇരിക്കുന്ന കൂട്ടുകാരന്മാർ പോലും ഒരു കാര്യത്തിന് അഭിപ്രായം പറയുമ്പോൾ നിൻ്റെ ആങ്ങളയുടെ അടുത്ത് കൈ ചൂണ്ടിക്കൊണ്ട് പറയണ ഒരു കാര്യമുണ്ട്, നീ ആദ്യം പോയി നിൻ്റെ പെങ്ങളെ നേരെയാക്കടാ, എന്നിട്ട് വന്ന് നീ അഭിപ്രായം പറയാം, ഇങ്ങനെയാണ് പറയണത്. അതേപോലെ നിൻ്റെ അനിയൻ ആ നാട്ടിൽ നിൻ്റെ സഹോദരങ്ങളായി ജനിച്ചു പോയി എന്നുള്ളത് അപമാന ഭാരം കൊണ്ട് നടക്കുന്ന 2 ആങ്ങളമാരാണ് നിൻ്റെ ആങ്ങളമാർ. അപ്പം നിൻ്റെ മക്കളെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തോ വലിയ കൊമ്പത്ത് ആരോ ആയി വലിയ യൂട്യൂബറായി എന്നാണ് നിൻ്റെ ധാരണ. നീ കാരണം തല കുനിച്ച് നടക്കുന്ന നിൻ്റെ തന്തേനെയോ തള്ളേനെയോ നിൻ്റെ സഹോദരങ്ങളെയോ കുറിച്ച് നിനക്ക് ഒരു ബോധവും ഇല്ല. നീയാണ് വന്നിട്ട് പറയണത് എൻ്റെ മക്കളാണ് നാളെ പറയേണ്ടത് എനിക്ക് സ്വഭാവ ദൂഷ്യമുണ്ടോയെന്ന്. ആ മക്കൾ നാളെ പുറത്തിറങ്ങി തുടങ്ങിയാൽ നിൻ്റെ അവസ്ഥ എന്താണ് എന്ന് എനിക്ക് ബോധവും ഇല്ല. അല്ല, എനിക്ക് ആലോചിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലേ? അവന്മാരെ കൈകൊണ്ട് നീ അടികൊണ്ട് ചാവും. പിന്നെ അതുപോലെ നീ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എടി രായമ്മേ, നിനക്ക് വായി തുറന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോന്ന്? മോളെ, വായ തുറന്ന് ചിരിക്കാൻ പറ്റാത്ത എനിക്ക് പല്ലില്ലാത്തത് കൊണ്ടല്ല, അങ്ങ് ഉള്ളിലോട്ടുള്ള ഒരു പല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു വിഷയവും ഇല്ല. നീ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. നീ മുമ്പ് അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് പല്ലിളക്കി, എൻ്റെ പല്ല് മുറിച്ച് എൻ്റെ പല്ല് ഓപ്പറേഷൻ ചെയ്ത് ഇളക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ മുമ്പിൽ വന്ന് സഹതാപ തരംഗം ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പല്ലിളക്കണം എന്ന് പറഞ്ഞ് രാത്രി 12 മണിക്ക് നീ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ എനിക്ക് ഉറക്കമില്ല. പല്ലിളക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊണ്ടല്ല നിനക്കന്ന് ഉറക്കമില്ലാത്ത. നിൻ്റെ വയറ്റിൽ കുരുത്ത സാധനത്തിന് നീ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ദിവസമായിരുന്നു അന്ന് എനിക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ വന്ന് പല്ലെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ വന്നിട്ട് നീ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല്ലെടുത്താൽ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. കാരണം ഞാനും അതേപോലെ എടുത്തു കളഞ്ഞ പല്ലാണിത്. ഇവിടെ എനിക്ക് പല്ല് വെക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതാണ്. എടി, എൻ്റെ പല്ല് 2 എണ്ണം വീണ് പോയിട്ട് 2 പല്ല് ഞാൻ വെപ്പ് പല്ലാണ് വെച്ചേക്കുന്നതെന്ന് ഞാൻ എന്നെ പറഞ്ഞിട്ടുണ്ടെടി പൊട്ടത്തി. എടി, എനിക്ക് 42 വയസ്സുണ്ടടി. ഇത് ജൂലൈ 14 ആകുമ്പോൾ എനിക്ക് 42 വയസ്സായി. 42 വയസ്സുള്ള എനിക്കിനി പല്ലുണ്ടായിട്ട് എന്ത് കാര്യം, മുടിയുണ്ടായിട്ട് എന്ത് കാര്യം? എടി, ഞാൻ 6 മക്കളെ പ്രസവിച്ച് ഒരാളുടെ കൂടെ ഇരുന്നു കൊണ്ട്, ആ മനുഷ്യൻ്റെ കൂടെ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 18 വർഷമായി. 19 കൊല്ലമായി. 19 കൊല്ലം. ഈ 19 കൊല്ലം ഞാൻ ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിച്ച് എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ച് ഒരു സ്ത്രീ എത്രത്തോളം ആഘോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം ആഘോഷമായിട്ട് ജീവിച്ച ഒരാളാണ് ഞാൻ. അത് എൻ്റെ ജീവിതം കാണുന്ന ഏതൊരു മനുഷ്യർക്കും അറിയാം. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചൊരു മനുഷ്യനെ കല്യാണം കഴിച്ചു. ആ മനുഷ്യനെ ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ സ്നേഹിച്ചു. മനസ്സ് തുറന്ന് ഞാൻ സ്നേഹിച്ചപ്പോൾ ഈ ലോകത്ത് ഞാൻ 6 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും സ്നേഹം കണ്ട് എൻ്റെ മക്കൾ വളർന്നു വരുന്നു. അത്രയും നല്ല ജീവിത സാഹചര്യം എൻ്റെ മക്കൾക്കുണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് പല്ലുണ്ടായാലെന്ത്, എനിക്ക് മുടിയുണ്ടായാലെന്ത്, പല്ലില്ലെങ്കിലെന്ത്, മുടി ഇല്ലെങ്കിലെന്ത്. എടി, എൻ്റെ മക്കളൊക്കെ നല്ല വളർന്ന് എന്നേക്കാൾ വളർന്നടി. ഇനി എനിക്കെന്തിനടി പല്ല്? ഈ 2 പല്ല് ഞാൻ വെപ്പ് പല്ല് വെച്ചിരിക്കുന്ന സമയത്ത് വെപ്പ് പല്ല് വെച്ച് കൊളുത്തി കൊടുത്ത ഒരു കമ്പി കൊടുത്ത പല്ല് പൊടിഞ്ഞു പോയി എന്നുള്ളത് ഞാൻ എന്നെ ഈ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കമ്പി കൊളുത്തിയ പല്ല് പൊടിഞ്ഞു പോയി. എനിക്ക് കാൽസ്യം ഇല്ല. എൻ്റെ ശരീരത്തിൽ കാൽസ്യം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇല്ല. നീ ഇപ്പം വന്നിരുന്നുകൊണ്ട് പറയുന്നില്ലേ എനിക്ക് കാൽസ്യത്തിൻ്റെ ഗുളിക തീർന്നു. എടി, ഈ കാൽസ്യത്തിൻ്റെ ഗുളിക വെറും 100 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച് കഴിക്കുന്നവളാണ്. എനിക്ക് ഛർദിലെന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ട് മാത്രം എനിക്ക് ആ ഗുളിക കഴിക്കാനും പറ്റൂല. എന്നാലും അത്യാവശ്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാൽസ്യത്തിൻ്റെ ഗുളിക കഴിക്കുന്ന ഒരാളാണെടി. ഞാൻ മുമ്പ് എൻ്റെ കല്യാണത്തിന് മുമ്പ് പ്യോർ വെജിറ്റേറിയൻ ആയിരുന്നു. ഇപ്പം ഞാൻ മീനിൻ്റെ ഇറച്ചിയുടെയൊക്കെ ചാറെങ്കിലും കഴിക്കും. അന്നൊന്നും അതും ഇല്ല. ഞാൻ കഴിക്കാത്ത ഒരാളാണ്. ഞാൻ പച്ചക്കറി മാത്രം കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പച്ചക്കറി മാത്രം കഴിക്കുകയും അന്നത്തെ കാലത്ത് നല്ല ഭക്ഷണമൊന്നും കഴിക്കാനില്ലടിയേ.
അന്ന് ഈ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഹോട്ടലുകളിൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പോകുമ്പം കിട്ടിയാൽ കിട്ടി, തിന്നാ തിന്ന്, അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഗർഭകാലഘട്ടമല്ല, കഷ്ടകാലഘട്ടം. അപ്പോൾ ആ ഒരു കഷ്ടകാലഘട്ടത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാലത്ത് ശരീരത്തിലോട്ട് പോകാനുള്ള പ്രോട്ടീനുകളോ കാൽസ്യമോ ഒന്നും എനിക്ക് പോകുന്നുണ്ടായിരുന്നില്ല. വേറോ പണിയെടുക്കൽ മാത്രമായിരുന്നു. അപ്പോൾ അത് ഞാൻ 2 പ്രസവം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ ഇത്തരം കണ്ടൻറ്റുകളില്ല എന്നുള്ളത് കണ്ടെത്തുന്നത് തന്നെ. എൻ്റെ 4ാമത്തെ മോനെ ഞാൻ പ്രസവിച്ചപ്പോൾ 41 ദിവസം കഴിഞ്ഞപ്പോൾ അവന് ജന്നി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് പനിയൊന്നുമില്ല. ഒരു നോമ്പിൻ്റെ സമയത്തായിരുന്നു. രാവിലെ അത്താഴം കഴിക്കാൻ എണീറ്റപ്പം കൊച്ചിങ്ങനെ ഒന്ന് ഞെളിഞ്ഞതിന് ശേഷം അനക്കമില്ല. അങ്ങനെ നമ്മൾ കൊണ്ടോടി, വെളുപ്പിന് നമ്മൾ കൊണ്ടോടി തൈക്കാട് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് എന്തോ പ്രശ്നമുണ്ട്, പനിയില്ല, കൊച്ചിന് പനിയില്ല, കൊച്ചെന്താണ് ഇങ്ങനെ സ്റ്റക്കായത് എന്നുള്ളത് അറിഞ്ഞുകൂടാ, നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകും, ഇത് അമ്മയും കുഞ്ഞും അവിടേക്ക് കൊണ്ടുപോയി SITയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഈ മക്കളെല്ലാം വാരിക്കെട്ടി, 3 മക്കളെയും വാരിക്കെട്ടി എൻ്റെ ഭർത്താവ് എന്നെ ആട്ടയിൽ കയറ്റി ഞങ്ങൾ പോയി. അങ്ങനെ SIT പോയപ്പോഴാണ് അറിയുന്നത് കൊച്ചിൻ്റെ ശരീരത്തിൽ കാൽസ്യം ഇല്ലാത്തത് കൊണ്ടാണ് അവന് ജന്നി വന്നത്. അതും ഒരു ദിവസം 11 തവണ ജന്നി വന്ന ഒരു കൊച്ചാണ് എൻ്റെ 12 വയസ്സുള്ള എൻ്റെ ആദി. അവൻ ഇന്നലെ മെനിഞ്ഞാന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ആ മോന് കാൽസ്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം 12 ദിവസം SITയിൽ അഡ്മിറ്റാക്കിയ ഒരു കൊച്ചാണ്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ കാൽസ്യം ഇല്ലടേ. എൻ്റെ ശരീരത്തിൽ കാൽസ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മൂലം വരെ മുടിയുള്ള ഒരാളായിരുന്നു ഞാൻ. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എൻ്റെ മൂലം വരെ, അതായത് കാവ്യ മാധവൻ്റെ മുടിയുണ്ടല്ലോ, അത്രയും നീളവും അത്രയും വണ്ണവും ഒക്കെ ഉള്ള മുടിയുള്ള ഒരാളായിരുന്നു ഞാൻ. പ്രസവിച്ച് കഴിഞ്ഞതോടുകൂടി എൻ്റെ മുടി കംപ്ലീറ്റ് പോയി. കാൽസ്യം ഇല്ലാത്തത് കൊണ്ടാണ് മോളെ, ഇപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. ഇതൊന്നും നിൻ്റെ അടുത്ത് എനിക്ക് പറയേണ്ട കാര്യമില്ല. ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവൻ്റെ സൗന്ദര്യം, അവൻ്റെ സമ്പത്ത് ഒക്കെ ഈ ലോകത്ത് നശ്വരമാണ്, അനശ്വരമല്ല. അതൊക്കെ നശിച്ചു പോകുന്നതാണ്. പക്ഷേ ഒരുവൻ ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന്, അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, അവൻ്റെ മനസ്സ് അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം. ഈ സ്വഭാവം നല്ലതാണോ എന്നുള്ളതാണ് നമ്മളൊക്കെ അന്വേഷിക്കുന്നത്. നമ്മളൊരു ആലോചനയായിട്ട് പോയാലോ അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോഴോ നമ്മൾ ആ സുഹൃത്തിൽ നിന്ന് എന്താണ് തിരഞ്ഞെടുക്കുന്നത്? അവൻ്റെ നല്ല സ്വഭാവം, നല്ല ക്വാളിറ്റി, നല്ല സംസാര ശൈലി, അച്ചടക്കമുള്ള ശീലം. നീ പറയുന്നില്ലേ, നീ എന്തേടി ചിരിക്കുമ്പോൾ വായ പൊത്തിച്ചിരിക്കുന്നത് എന്ന്? എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ് ചിരിക്കുമ്പോൾ വായ പൊത്തിച്ചിരിക്കാൻ, ഇരിക്കുമ്പോൾ കാലൊതുക്കി വെച്ചിരിക്കുക, ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ ഒതുക്കത്തോടു കൂടി സംസാരിക്കുക. എടി, ഞാൻ മുസ്ലിം അല്ലാതിരുന്ന കാലത്തെ എൻ്റെ അമ്മ പഠിപ്പിച്ച ഒരു കാര്യമാണ് ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ. എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്, എനിക്ക് മാമന്മാരുണ്ട്, എൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ മക്കളുകളുണ്ട്. ഇവരൊക്കെ ഞങ്ങളെ വീട്ടിൽ വരെയും പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോഴും എൻ്റെ സ്വന്തം ആങ്ങളമാരടുത്തും എൻ്റെ സ്വന്തം മാമന്മാരടുത്തും പോലും സംസാരിക്കുമ്പോൾ ഒതുക്കത്തോടു കൂടി സംസാരിക്കുക, ഒതുങ്ങി സംസാരിക്കുക എന്നുള്ളത് അന്നേ ഞങ്ങളെ കുടുംബങ്ങളിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ്. നമ്മളെ മാതാപിതാക്കൾ നമ്മുടെ ലൈഫിൽ നമുക്ക് തരുന്ന ഗുണപാഠങ്ങളാണ്. നിൻ്റെ തള്ളയ്ക്ക് കഴിവില്ല, നിൻ്റെ തള്ളയ്ക്ക് പോക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാടി മോളെ? നിൻ്റെ ഉമ്മ നിന്നെ പഠിപ്പിച്ചത് കട്ടിലിൻ്റെ അടിയിൽ ആളെ കയറ്റാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. എടീ, കട്ടിലിൻ്റെ അടിയിൽ ആളെ കയറ്റുന്നതാണോ നാണക്കേട്? പല്ലില്ലാത്തത് കൊണ്ട് വായ പൊത്തിച്ചിരിക്കുന്നതാണോ നാണക്കേട്? ഇത് പല്ല് വെച്ച കഥ പറയണ്ടേ? അങ്ങനെ ഇവിടുത്തെ ഈ കൊളുത്തിയ പല്ല് 2 പൊടിഞ്ഞു പോയി. ഈ പൊടിഞ്ഞു പോയപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ പൊടിഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ വെപ്പുപല്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. വെപ്പുപല്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണെടി. വെപ്പുപല്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ പൈസയൊന്നും ഇല്ല, 2000 രൂപയുടെ ആവശ്യമുള്ളൂ. എൻ്റെ ഒരാഴ്ചത്തെ സാലറി മതി എനിക്ക്.
എനിക്ക് ഒരാഴ്ച ഞാൻ തെച്ചാൽ കിട്ടുന്നതിൻ്റെ പകുതി പൈസ മതി എനിക്കൊരു പല്ല് വയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ പല്ലെടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ആ ഡോക്ടർ തോണ്ടി ആ പല്ലെടുത്തിട്ട് എനിക്ക് പേടി തട്ടിപ്പോയി. ഇനി ഒരു പല്ലും കൂടി എടുക്കണം, എന്നാലേ അവിടെ വെപ്പ് പല്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. എനിക്ക് വെപ്പ് പല്ല് വേണ്ടേ, എനിക്ക് ആ പല്ലെടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് വീട്ടിൻ്റെ അകത്ത് കുത്തിയിരിക്കുന്ന ആളാണടി ഞാൻ. അന്ന് പറഞ്ഞാൽ നിൻ്റെ ഭീഷണിയിലൊന്നും ഞാൻ പേടിക്കില്ല, മനസ്സിലായ? നിൻ്റെ ഭീഷണിയിൽ ഞാൻ പേടിക്കില്ല. ഈ മേലെ ഉള്ള പല്ലായതുകൊണ്ട് നല്ല വേദനയാണ് മോളെ. അല്ലാതെ ഈ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് അയ്യോ ഞാൻ പല്ലെടുത്തിട്ട് വന്നേ എന്ന് പറയുന്ന പോലെയല്ല. പല്ലെടുക്കുക എന്ന് പറഞ്ഞാൽ അത് മേലെയുള്ള പല്ലെടുക്കുക എന്ന് പറഞ്ഞാൽ തലയൊക്കെ കൂടി വലിച്ചു പൂച്ചെടുക്കുന്നതിൻ്റെ ഒരു വേദനയാണ്. 2 ദിവസത്തേക്ക് വാനക്കാൻ പറ്റൂല, ഒരു വക കഴിക്കാൻ പറ്റൂല, വാ തുറന്നൊരു വക സംസാരിക്കാൻ പറ്റൂല, വാ നിറച്ച് ബ്ലഡ് വരും അന്നേരം. ഇത് പേടിച്ചിട്ട് ഞാൻ 2ാമത്തെ പല്ലെടുക്കാൻ പോവാത്തത് കൊണ്ട് മാത്രം പല്ല് വയ്ക്കാൻ പറ്റാത്തതാണ് ഈ പൊട്ടിക്കാളി. എടി പൊട്ടിക്കാളി, രാവിലെ ഇങ്ങനെ വാങ്ങിച്ചു പിടിക്കണം. ഈ പല്ലില്ലാത്തത് കൊണ്ട് ഞാൻ വായ പൊത്തി ചിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നാണക്കേടൊന്നും ഇല്ല. എനിക്ക് ഈ പ്രേക്ഷകരെടുത്ത് ഞാൻ എന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ 2 പല്ല് വെപ്പ് പല്ലാണ്. ഇത് പറയുന്നതിന് നാണക്കേടെന്തെന്ന്? മനുഷ്യൻ്റെ ശരീരത്തിൽ എല്ലാം ഇനി കുറച്ചൊരു 5 വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ സ്കിന്നെല്ലാം ചുളുങ്ങും. എൻ്റെ മുടിയെല്ലാം നരയ്ക്കും. എൻ്റെ ഈ ബാക്കിയുള്ള പല്ലുകൾ മൊത്തം പൊഴിഞ്ഞു പോവും. പക്ഷെ അപ്പോഴും എൻ്റെ സ്നേഹം, ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുത്ത സ്നേഹമുണ്ടല്ലോ, അതങ്ങനെ തന്നെ നിലനിൽക്കും. എനിക്ക് പല്ലില്ലെങ്കിലും, എനിക്ക് മുടിയില്ലെങ്കിലും, എനിക്ക് അഴകില്ലെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. എൻ്റെ ഭർത്താവ് ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്നെ സ്നേഹിക്കും. കാരണം എന്താണ് എന്ന് നിനക്കറിയാമോ? ഞങ്ങൾ ആത്മാവ് കൊണ്ട് സ്നേഹിക്കുന്നവരാണ്. എടി, ഞങ്ങൾ ആത്മാവ് കൊണ്ട് സ്നേഹിക്കുന്നവരാണ്. അഴകില്ല, ശരീരം നാറുന്ന് എന്നൊന്നും പറഞ്ഞും കൊണ്ട് ഉപേക്ഷിക്കില്ല. ഞാൻ ആ മനുഷ്യനെ ആ രീതിയിൽ നോക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ മക്കളും എന്നെ സ്നേഹിക്കും. എൻ്റെ ഉപ്പാനെ തലയിലും തറയിലും വെക്കാതെയാണ് എൻ്റെ ഉമ്മ നോക്കുന്നത് എന്ന് എൻ്റെ മോള് അവളുടെ കൂട്ടുകാരോട് പറഞ്ഞത്. അവളുടെ കൂട്ടുകാർ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആൻറ്റിയെക്കുറിച്ച് ഹവ്വ പറയുന്നത് ഇങ്ങനെയാണ്, ആൻറ്റി അങ്കിളിനെ തറയിൽ വെക്കാതെയാണ് നോക്കുന്നത് എന്ന്. എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് വയ്യാത്തത് കൊണ്ട് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നതെന്നല്ല, ആൻറ്റിക്ക് എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു. അതുപോലെ എൻ്റെ മോളുടെ സുഹൃത്തുക്കൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ എൻ്റെ മോളെ പോലെ തന്നെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അവർ പറയുന്നത് ഞാനൊരു അന്യ വീട്ടിൽ പോയി എന്നൊരു ഫീൽ എനിക്കില്ല. ഹവ്വയുടെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഹവ്വാൻ്റെ ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ സ്വന്തം ഉമ്മാനെ പോലെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ അവൾ ലൈബ്രറി പോകുമ്പോൾ ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവൾ കൊണ്ടുപോകും. അപ്പം എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കൊണ്ടുപോകും. ആ ഷോപ്പിലുള്ള ആൾക്കാർ നമുക്ക് പരിചയമുള്ളവർ തന്നെയാണ്. അപ്പോൾ ആ ഷോപ്പിലുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത്, ഇത് മക്കളാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് ഇതെൻ്റെ മോളാണ് എന്നല്ല, ഇതെല്ലാം എൻ്റെ മക്കളാണ്. ഞങ്ങൾക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റും മോളെ. ഞങ്ങൾക്കൊരു മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സമ്പത്ത് വേണമെന്നില്ല, അവർക്ക് അഴക് വേണമെന്നില്ല, അവർക്ക് പല്ല് വേണമെന്നില്ല, കയ്യും കാലും വേണമെന്നില്ല, കണ്ണ് വേണമെന്നില്ല, അവർക്ക് നിറം വേണമെന്നില്ല. ഞങ്ങൾ മനസ്സ് തുറന്നവരെ സ്നേഹിക്കും. ഞങ്ങളുടെ സമൂഹത്തിൽ നീ കാണുന്നില്ല, നീ ഇവിടെ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഓടി വന്നത് ആരായിരുന്നു? എടി, ഞങ്ങളെ നാട്ടിൽ സ്നേഹം പങ്കുവെച്ച് ജീവിക്കുന്നവരാണ്. പണമോ അന്തസ്സൊന്നും പങ്കുവെച്ച് ജീവിക്കുന്നവരല്ല, സ്നേഹം പങ്കുവെച്ച് ജീവിക്കുന്നവരാണ്. എടി, അങ്ങനെ നിനക്ക് ജീവിക്കാൻ അറിയാമായിരുന്നെങ്കിൽ നിൻ്റെ ജീവിതം എവിടെ നിൽക്കുമായിരുന്നു? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് 4 ആണുങ്ങളുടെ കൂടെ നീ ജീവിച്ച്, ജനങ്ങളുടെ അറിവിൽ 4 ആണുങ്ങളുടെ കൂടെ ജീവിച്ച്, അല്ലാതെ 100 ആളുകളുടെ കൂടെ നീ ജീവിച്ച്, ഇതിൽ ആരെങ്കിലും ഒരാളെ നിനക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പറ്റിയ? നീ പറയുന്നില്ല, നീ ഭയങ്കര പബ്ലിക് ഫിഗറായി, നാടൊട്ടുക്ക് നിന്നെ അറിയാം എന്ന് നീ പറയുമ്പോൾ, ഈ നാടൊട്ടുക്ക് അറിയാവുന്ന നിന്നെ വിളിക്കുന്ന ആളുകളിൽ ഒരാളെയെങ്കിലും നിനക്ക് കൂടെ നിർത്താൻ വേണ്ടിയിട്ട് നിനക്ക് സാധിക്കുമോ? എടി, നീ ഇപ്പോഴും പറയുന്നുണ്ട് നിൻ്റെ പ്രസവത്തിന് ഒരാളിനെ നീ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അയാൾ അവസാനം പ്രസവിക്കാൻ പോകുമ്പോൾ നിനക്ക് ഉണ്ടാവുമോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ.
നിനക്കറിഞ്ഞുകൂടാ, നിനക്ക് അങ്ങനെ ഒരാളിനെ നിലനിർത്താൻ നിനക്കറിഞ്ഞുകൂടാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയാമോ, എൻ്റെ സുഹൃത്തുക്കളൊന്നും പൈസക്കാരല്ല. എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ പിന്നെ വലിയ സാമ്പത്തിക സ്രോതസ്സൊന്നും ഉള്ള ആൾക്കാരല്ല. പക്ഷേ ഞാനൊന്ന് കരഞ്ഞാലുണ്ടല്ലോ, എൻ്റെ കണ്ണിൽ നിന്നും എൻ്റെ കണ്ണുനീര് നിലത്തെത്തുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ മുന്നിലെത്തും, എൻ്റെ ബന്ധുക്കൾ എൻ്റെ മുന്നിലെത്തും, എൻ്റെ മക്കൾ എൻ്റെ മുന്നിലെത്തും, എൻ്റെ ഭർത്താവ് എൻ്റെ മുന്നിലെത്തും. എടി അതിനേക്കാൾ മികച്ചത് എൻ്റെ അമ്മ. എടി എൻ്റെ അമ്മ എൻ്റെ മുന്നിലെത്തൂടി. എൻ്റെ പെറ്റുമ്മ എൻ്റെ മുന്നിലെത്തും. എൻ്റെ കണ്ണുനീരെൻ്റെ നിലത്ത് ഭൂമി തട്ടുന്നതിന് മുമ്പ് എൻ്റെ പെറ്റുമ്മ എൻ്റെ മുന്നിലെത്തും. അതാണെടി എൻ്റെ അഹങ്കാരം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ അഹങ്കാരം. അല്ലാതെ നിന്നെപ്പോലെ എൻ്റെ കയ്യിൽ 5-6 കൊലുസുണ്ടടി, എൻ്റെ കയ്യിൽ 5-6 മാലയുണ്ടടി, എൻ്റെ കയ്യിൽ 5-6 പിന്നെ മറ്റതുണ്ടടി, ഞാൻ ഭയങ്കര ഫിൽറ്റർ ഇട്ടിട്ട് മുഖം വെളുപ്പിച്ചാണടി ജീവിക്കുന്നത്, ഞാൻ മറ്റേ ഭയങ്കര ചെറുപ്പക്കാരിയാണടി. എടി ഈ ചെറുപ്പമൊന്നും 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കൂല. നിൻ്റെ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എൻ്റെ കോലത്തിലെത്തും. പച്ചയില പഴുത്തയില വീഴുമ്പോൾ പച്ചയില ചിരിക്കുമെന്നുള്ള ഒരു അവസ്ഥ മാത്രമാണ് നിനക്കിപ്പോൾ ഉള്ളത്. നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നീ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് എക്സ്പീരിയൻസ്. എടി എനിക്ക് 42 വയസ്സുണ്ട്, പക്ഷെ 33 വയസ്സിൽ നിൻ്റെ എക്സ്പീരിയൻസ് എനിക്കില്ല. നീ എടുത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, 33 വയസ്സിൽ നീ ചെയ്യുന്ന എക്സ്പീരിയൻസ് എനിക്കുണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താണ്? അനുഭവത്തിൽ ഞാൻ ശിശുവാണ് മോളെ നിൻ്റെ കാര്യത്തിൽ. ഇനി നീ വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഞാൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കുമെന്ന്. എടി നിനക്കുറപ്പുണ്ട് നീ ജമാലിൻ്റെ മോളാണ് എന്ന്, ജമാല് മാത്രമാണ് നിൻ്റെ തന്താന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ നീ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ കൊണ്ടുവന്നൊരു കേസ് കൊടുത്താണ്. എടി ആ മനുഷ്യന് നാണക്കേടുണ്ട് എന്നുള്ളത് സത്യം തന്നെയായിരുന്നു. ഞാൻ തെറി വിളിച്ച വീഡിയോ കൊണ്ടുവന്ന് അവിടെ കാണിച്ചപ്പോൾ, ആ വീഡിയോ അങ്ങേര് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, എൻ്റെ നാട്ടിലെ പോലീസുകാരാണ്, എൻ്റെ നാടിനെ സേവിക്കുന്നവരാണ് അവർ. നമുക്ക് അഭിമാനമുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് അന്നേരം തലകുനിച്ച് പറയാനൊന്നുമില്ല. എന്താണ് സംഭവം എന്ന് നമുക്കല്ലേ അറിയൂ. പോലീസുകാരിപ്പോൾ ഒരു എൻക്വയറി നടത്തുന്ന സമയത്ത്, സാറേ ഇങ്ങനെ അവൾ എന്നെ പണ്ട് ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് അവൾ കൊടുത്തതാണ് എന്നൊന്നും ആ മനുഷ്യൻ പറയാൻ വേണ്ടിയിട്ട് നിന്നില്ല, തല കുനിച്ചങ്ങ് നിന്ന്. അത് അഭിമാനബോധമുള്ളത് കൊണ്ടാണ്. അല്ല, നിനക്കില്ലാത്തൊരു സാധനമാണ് അത്, അഭിമാനം എന്ന് പറയുന്നത്. നമുക്കുണ്ട്. കാരണം എൻ്റെ നാട്ടിലെ പോലീസുകാരാണ് അവരെൻ്റെ നാടിനെ സംരക്ഷിക്കുന്നവരാണ്. അവർ വിളിച്ചിട്ട് ഇത്തരത്തിൽ നിങ്ങൾ തെറി വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് നാണക്കേട് തോന്നി എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അന്നേരം ആ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ നന്നായിട്ട് നല്ല വിദ്യാഭ്യാസം ഇല്ലേ നിങ്ങൾക്ക്, നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വല്ല മോട്ടിവേഷനും ചെയ്തുകൂടെ എന്നാണ്. എന്നാൽ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇതൊരു മോട്ടിവേഷനാണ് സാറേ, കുടുംബങ്ങൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു മോട്ടിവേഷൻ തന്നെയാണ്. അതിനെക്കുറിച്ച് പറയണ്ട. പക്ഷെ ആ സാറിന് ഇതിൻ്റെ യഥാർത്ഥ ഗൗരവം അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യാം, നിങ്ങൾക്കാണെങ്കിൽ എളുപ്പമാണ്, വഞ്ചിയൂർ പോയിട്ട് നിങ്ങൾക്ക് കേസ് നടത്തിയാൽ മതി, പിടിച്ചകത്തിടുന്നു. 2 പിടിച്ച് അകത്തിടുന്നാണ് പറഞ്ഞത് ആ സാറ്. അയ്യേ, നിൻ്റെ വിചാരം എന്താണെന്നറിയാമോ, നീ എവിടെ പോയി എന്ത് പറഞ്ഞാലും ആളുകൾ നിന്നെ എടുത്ത് പൊന്തിച്ചു വയ്ക്കുന്നെന്നാണ് നിൻ്റെ ഒരു ധാരണ. നിന്നെ കളിയാക്കുന്നത് പോലും നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ നീ ഇപ്പോൾ 4ാമത്തെ ഒരുത്തനെ പിടിച്ച് വീട്ടിൽ കയറ്റിയിട്ട് അതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ നിൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുത്ത് നീ സംസാരിച്ച് നിൻ്റെ കൊച്ചിനെ സിറ്റി കൊണ്ടുപോയി അയാളെ കൊണ്ടുവന്ന് കാണിച്ച് നിങ്ങൾ ഐസ്ക്രീം പാർലറിലിരുന്ന് ഐസ്ക്രീമും കുടിച്ചും കൊണ്ട് ഇറങ്ങി വന്നിട്ട് ഇവൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് അയാൾ ആ ഒരു സങ്കടത്തിൽ എന്നെ വിളിച്ചപ്പോൾ, ഈ ആദ്യത്തെ ഭർത്താവ് റഹീം എന്നെ വിളിച്ച് നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പം നീ അതിൻ്റെ അപ്പുറത്ത് നിൻ്റെ മോളെ കൊണ്ടുവന്നിരുത്തിയിട്ട് കളവും പറയിപ്പിച്ച്. എനിക്ക് റഹീമിനെ അറിയാനേ പാടില്ല. റഹീം എന്ന് പറയുന്ന പുള്ളിക്കാരനെ എൻ്റെ മോള് കണ്ടിട്ടേ ഇല്ലയെന്ന്. തിന്നത് ദഹിച്ചായിരുന്നു, അയാൾ വാങ്ങിച്ച് തന്നത് തിന്നത് ദഹിച്ചായിരുന്നു നിൻ്റെ ശരീരത്തിൽ പൊട്ടിക്കളി. അപ്പം
അതേ കണക്ക് നിന്റെ ഭർത്താക്കന്മാരെ എന്നെ വിളിക്കൂടി, നീ കാണിക്കുന്ന പോക്കൃത്തരം പറയാൻ വേണ്ടിയിട്ട് അവരെന്നെ വിളിക്കും. പിന്നെ അവർ എന്നെ വിളിച്ചത് കൊണ്ട് ഞാനും അവരുമായിട്ട് അവിഹിതമാണോ എന്ന് നീ എൻ്റെ അടുത്ത് ചോദിക്കുന്നു. മോളെ, എന്നെ വളർത്തിയത് നിന്റെ ഉമ്മയല്ല. ആരെങ്കിലും ഹലോ സുഖമാണോ എന്ന് ചോദിച്ചാൽ ഉടനെ സുഖമാണിക്ക എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നെ വളർത്തിയത് നിന്റെ തള്ളയല്ല. മനസ്സിലായ? ഒരാൾ സംസാരിക്കുമ്പോൾ മാന്യമായി അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിവേകവും വിവേചന ബുദ്ധിയും എനിക്കുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് കാമത്തിന് വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ ഉള്ളറിഞ്ഞ് എൻ്റെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ നീണ്ടു നിവർന്ന ആ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം, ആ മനുഷ്യൻ എൻ്റെ മനസ്സിൽ നീണ്ടു നിവർന്ന് ഉള്ളിടത്തോളം കാലം, ഇനി കാമദേവൻ വന്ന് എൻ്റെ മുന്നിൽ നിന്നാലും എനിക്കെൻ്റെ ഭർത്താവ് തന്നെയാണ് നായകൻ. മനസ്സിലായ? എൻ്റെ ഭർത്താവിനേക്കാൾ മേന്മയുള്ള, എൻ്റെ ഭർത്താവിനേക്കാൾ കഴിവുള്ള, എൻ്റെ ഭർത്താവിനേക്കാൾ സ്നേഹമുള്ള ഒരാണിനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അത് വേറൊരു വിഷയം. അതുകൊണ്ട് വന്ന് സംസാരിക്കുന്നവന്മാരെ എല്ലാം കട്ടിലിൻ്റെ അടിയിൽ വിളിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് നിൻ്റെ തള്ളയല്ല മോളെ എന്നെ പഠിപ്പിച്ചത്. നല്ല ചങ്കൂറ്റമുള്ള കല്ലും മണ്ണും ചുമന്ന് എന്നെ വളർത്തിയ ഒരു ഉമ്മയാണ് എന്നെ വളർത്തിയത്. അപ്പം അതുകൊണ്ട് അതവിടെ നില്ല്. അപ്പം മോള് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തു. അപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ ആളുകൾക്ക് സംസാരിക്കാനുള്ളത് എന്താണ് എന്നുള്ളത് നമ്മൾ അവർക്ക് അവസരം കൊടുക്കണ്ടേ? അതിനാണ് ഈ വീഡിയോ. അതായത് അവൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് തുറന്നു തരും. വന്ന് കിടന്ന് അർമാദിച്ചിട്ട് പോയി മക്കളെ. നീ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യോ? നീ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്താൽ ഞാൻ കമൻറ്റ് ബോക്സ് തുറന്നിട്ട് കൊടുക്കൂടി. ലെവലാതി ഭീഷണി, നിൻ്റെ അപ്പുറത്തെ ഭീഷണി ഞാൻ കേട്ടവളാണ്. എന്നിട്ട് ആ ഭീഷണിപ്പെടുത്തിയിട്ട് എന്തൊക്കെയാണ് നിനക്ക് കിട്ടിയത്? എടി, നീ എന്നെ വെറുതെ ഒന്ന് നോണ്ടി. എന്താണ് 3000 സബ്ബുള്ള നീ 30,000 സബ്ബുള്ള എന്നെ എന്ത് ചെയ്യാനെന്ന്? മോളെ, ഇപ്പം എൻ്റെ സബ്ബ് എത്രയാണെന്ന് ഞാൻ കണ്ടല്ല. എത്രയാണ്? 30,000. എത്രയാ? 30,000. എടി, അതാണ് അള്ളാൻ്റെ ഒരു കുതിരത്ത് എന്ന് പറയുന്നത്. നീ എന്നെ നിറത്തിൻ്റെ പേര് ആക്ഷേപിച്ചു. നിൻ്റെ നിറം എന്താണ്? നിൻ്റെ കോലം എന്താണ്? നിന്നെ കാണുന്ന ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ പൊന്നിത്ത കുറവർ പോലും ഇതിനേക്കാൾ അന്തസ്സുള്ളവരായിരിക്കും, അമ്മാതിരി കോലമായിട്ടുണ്ടെന്ന്. എടി, നീ എത്രത്തോളം മറ്റുള്ളവരെ അപമാനിക്കുന്നു, എത്രത്തോളം മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നു. നീ ഒരുത്തനെ പിന്നെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് അവൻ്റെ കൂടെ വന്നിരുന്ന് എൻ്റെ വീട്ടിൽ ആണുണ്ടടി, എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവുണ്ടടി, എൻ്റെ ഭർത്താവുണ്ടടി. ഈ ഭർത്താവ് ഉള്ളപ്പോഴല്ലേ നീ ആദ്യത്തെ ഭർത്താവുമായിട്ട് ബന്ധം വെച്ചത്. എടി, ആദ്യത്തെ ഭർത്താക്കന്മാർ ബന്ധം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അവരൊക്കെ അന്യപുരുഷന്മാരാണ് എന്നാണ്. അപ്പം രായമ്മയായ എനിക്ക് അന്യപുരുഷന്മാരോട് സംസാരിച്ചാലും വിഷയമൊന്നുമില്ല. നീ ഈ ബന്ധം തീർത്ത നിൻ്റെ എക്സ് ഭർത്താക്കന്മാർക്ക് ഹലോ ഹായ് ഇക്ക സുഖമാണോ ഇക്ക നമ്മളെ മക്കളും മോൾക്ക് സ്കൂൾ തുറക്കാറായി ഇക്ക ബാഗ് വാങ്ങിച്ചില്ല ഇക്ക, ബുക്ക് വാങ്ങിച്ചില്ല ഇക്ക എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് സംസാരിക്കുന്നത് അത് എന്ത് ആലിമാണ് മോളെ? അത് ആലിമിനെ എവിടെ പഠിച്ചതാണ് മോളെ? അതേ കണക്ക് പിന്നെ മുടിയെല്ലാം പറത്തി ഇങ്ങനെ ഇട്ടിട്ട് തോം 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 ഒരു മുறை വന്ന് പാറായോ. ഇത് കളിക്കാൻ എവിടെ പഠിപ്പിച്ചത് മോളെ? ഏതാലും കോളേജിൽ നീ പഠിച്ചത് മോളെ? ഏതാലും കോളേജിൽ പഠിച്ചത്? ശരിക്ക് പറഞ്ഞാലുണ്ടല്ലേ, എൻ്റെ ഭർത്താവിന് എന്നെ അടക്കിയിരുത്താൻ വേണ്ടി കഴിവില്ല എന്നാണ് നീ പറയണത്. എടി, നിൻ്റെ നാട്ടിൽ നട്ടലുള്ള ഒരുത്തരും ഇല്ലേടി. നിൻ്റെ നാട്ടിൽ നിന്നെപ്പോലൊരു വേശ്യ സ്ത്രീനെ ഒതുക്കിയിരുത്താൻ നിൻ്റെ നാട്ടിൽ നട്ടലുള്ള ഒരുത്തരും ഇല്ലേ? ലെവലാതി
പാടുവേഷത്തരം കാണിക്കുന്ന നീ എൻ്റെ ഭർത്താവിനെ എന്നെ ഒതുക്കിയിരുത്താൻ കഴിവില്ലേന്ന് ലെവലാതി. നിന്റെ തന്തയ്ക്ക് കഴിവുണ്ടാടി നിന്നെ ഒതുക്കിയിരുത്താൻ? നിന്റെ ആങ്ങളമാർക്ക് കഴിവുണ്ടാ? 4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 4 കഴിവുണ്ടായിരുന്ന നിന്നെ ഒതുക്കിയിരുത്താൻ വേണ്ടിയിട്ട്? ലെവലാതി എന്നെ ഒതുക്കിയിരുത്താൻ വേണ്ടിയിട്ട് വരുന്നു. ലെവലാതി കമ്പരാധീന കണക്കിന് കിടന്ന് അലഞ്ഞ് തിരിയുന്ന കമ്പരാധി നീ. അതേ കണക്ക് മോള് പെയ്ഡ് പ്രൊമോഷൻ നടത്തിയ ഷെഫീക്ക്, നിന്റെ വീട് പണി എങ്ങാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഷെഫീക്കല്ലേടി അത്? ആ ഷെഫീക്കിനെ കുറിച്ച് നീ എവിടെയോ എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ എനിക്കൊരു ഫീൽ ഉണ്ടല്ലോ. അതേത് ഷെഫീക്ക്? എടി, ബുദ്ധിയും വിവരമുള്ള ഒരു മനുഷ്യൻ നിൻ്റെ അടുത്ത് പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വരൂലല്ലോ. കാരണം ബുദ്ധിയുള്ള ഒരുത്തരും കുപ്രസിദ്ധി ആഗ്രഹിക്കൂലല്ലോ. നിന്നെപ്പോലൊരു വേശ്യ സ്ത്രീയുടെ അടുത്ത് പ്രൊമോഷൻ വർക്ക് തരണമെങ്കിൽ അവൻ മിക്കവാറും അടുത്ത കാമുകനെങ്ങാനും ആയിരിക്കും. ആയിരിക്കാനാണ് സാധ്യത. ഭയങ്കര ഈച്ചയുടെ വെയിൽ വന്നു കഴിഞ്ഞ് ഇവിടെ ഭയങ്കര ഈച്ചയാണ്. അപ്പം മോളെ ഞാൻ പോണ്. നിൻ്റെ ഭീഷണി മടക്കി ചുരുട്ടി നിൻ്റെ പോക്കറ്റിലിട്. നിൻ്റെ അപ്പുറത്തെ ആളുകളെ കണ്ടിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊന്നു മോക്ക് എൻ്റെ അടുത്ത് മുട്ടി ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേ വേണ്ട. നീ എൻ്റെ അടുത്ത് മുട്ടുന്നതിന് നിനക്കുള്ളത് ഞാൻ തന്നുകൊണ്ടേയിരിക്കും. നീ പറയുന്നില്ലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നീ സ്ട്രൈക്ക് തരുമെന്ന്? എടി, വീഡിയോസിന് സ്ട്രൈക്ക് തന്നാൽ ഞാൻ പുതിയ ചാനൽ എടുത്തുകൊണ്ടൊന്ന് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യും. നിൻ്റെ ഉമ്മാൻ്റെ വോയിസ് ഞാൻ എത്ര കാലം വേണമെങ്കിലും അപ്ലോഡ് ചെയ്യും. നീ ചുണയുള്ളവളാണെങ്കിൽ നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നീ ചുണയുള്ളവളാണെങ്കിൽ നിൻ്റെ ഉമ്മാനെ കൊണ്ട് നീ എനിക്കെതിരെ ഒരു പരാതി കൊടുക്കും. എടി, നിൻ്റെ ഉമ്മാക്കറിയാം എന്ത് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയാൽ എന്തൊക്കെ കിട്ടുമെന്നുള്ളത്. കാരണം അവരെന്നെ വിളിച്ചിട്ടുള്ള കോളുകളെല്ലാം തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുകയാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവരെന്നെ വിളിച്ച് സംസാരിച്ചിട്ടുള്ള ഫോൺ കോളുകളെല്ലാം തന്നെ റെക്കോർഡഡ് ആണ് എന്ന് നീ വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ എൻ്റെ പേര് കേസ് കൊടുക്കാൻ പറയടി. എടി, നീ അതേ കണക്ക് നീ എന്ത് ആക്ടിങ് കൊണ്ട് വന്നാലും നിൻ്റെ ആക്ടിങ് ഞാൻ പൊളിച്ചടുക്കി കൈ തന്നിരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയാമോ മോൾ എൻ്റെ ആങ്ങളയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ആ പൈസ നീ തിരിച്ചു കൊടുക്കുന്നത് വരെ നിനക്ക് രക്ഷയില്ല. അതുമാത്രമല്ല, എൻ്റെ ഉമ്മാനെ നീ വേശ്യ എന്ന് വിളിച്ച്. എടി, ഒരു ഉമ്മയ്ക്ക് ആമക്കൾ തന്നെ വേണമെന്നില്ല. ആണിൻ്റെ കരുത്തുള്ള പെണ്ണായാലും മതി. നീ എൻ്റെ ഉമ്മാന വേശ്യേ എന്ന് വിളിച്ച്. പടുവേശ്യ ആരാണ് എന്നുള്ളത് ഈ ലോകത്തിൻ്റെ മുന്നിൽ ഞാൻ തെളിയിച്ച്. പടുവേശ്യ ആരാണെന്നുള്ളത് ഞാൻ ഈ ലോകത്തിൻ്റെ മുന്നിൽ തെളിയിച്ച്. പരസ്യമായി നീ എൻ്റെ അമ്മയുടെ അടുത്ത് മാപ്പ് പറയാതെ എൻ്റെ സഹോദരനെ പറ്റിച്ച് നീ വാങ്ങിച്ച പൈസ അയാൾക്ക് തിരിച്ചു കൊടുക്കാതെ നീ രക്ഷപ്പെടുമെന്ന് നീ സ്വപ്നത്തിൽ വിചാരിക്കണ്ട. മോളെ, ഏപ്രിൽ മാസത്തിൽ എനിക്ക് എന്തരോ നീ തന്നു വിടുന്നെന്ന് പറഞ്ഞല്ലോ. എന്തിനായിരുന്നു അത്? വന്നില്ലല്ലോ മോളെ. ഇനി അത് വരുമ്പം അത് വേറെ നിനക്ക്. എടി, ഈ നിയമത്തിൻ്റെ വെളിയിൽ നിന്നിട്ടേ നിനക്കെന്നെ ജയിക്കാൻ പറ്റുന്നില്ല. അപ്പം നിയമത്തിൻ്റെ അകത്ത് വന്നാൽ നിനക്കെന്നെ ജയിക്കാൻ പറ്റുമെന്നാ? മോളെ വിടൂല ഞാൻ. നിരപരാധികളായ 5 പൊടി മക്കളുടെ പണം അടിച്ചു മാറ്റിയ നിന്നെ ഞാൻ ഈ ജന്മം വെറുതെ വിടൂല മോളെ. അപ്പം എല്ലാം പറഞ്ഞ പോലെ വരണേ. അടുത്ത ഭീഷണിയായിട്ട് നിനക്ക് അടുത്തത് ഞാൻ വേറെ തരുന്നുണ്ട്. കണ്ടം